നമസ്കാരം. ന്യൂസ് സ്റ്റാർ ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ ഫിറോസ്. പ്രധാന വാർത്തകൾ. വിജ്ഞാന ആലപ്പുഴ പദ്ധതിയുടെ ഭാഗമായുള്ള തൊഴിൽ മേള ഫെബ്രുവരി 1 നടക്കുമെന്ന് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ജി രാജേശ്വരി പറഞ്ഞു. മുഖ്യമന്ത്രി പിണറായി വിജയൻ മെഗാ തൊഴിൽ മേളയുടെ ഉദ്ഘാടനം നിർവഹിക്കും. പ്രവാസി ഭാരതീയ ദിവസ് ആചരണം 2025ന്റെ ഭാഗമായി പ്രവാസി സംഗമം സംഘടിപ്പിച്ചു. പ്രവാസി കോൺഗ്രസ് ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച ദിനാചരണ പരിപാടി പ്രവാസി കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് LV അജയ്കുമാർ ഉദ്ഘാടനം ചെയ്തു. പ്രൊഫസർ ആർ ജിതേന്ദ്രവർമ്മ സ്മാരകം നാദം സാഹിത്യ പുരസ്കാരം ജേതാക്കളെ പ്രഖ്യാപിച്ചു. PK ഗോപി, ജ്യോതിലക്ഷ്മി നമ്പ്യാർ, TK സുവർണൻ എന്നിവരാണ് പുരസ്കാരത്തിന് അർഹരായത്. ജനുവരി 30 നടക്കുന്ന ചടങ്ങിൽ പുരസ്കാര വിതരണം ചെയ്യുമെന്നും ഭാരവാഹികൾ. അർത്തുങ്കൽ കോസ്റ്റൽ പോലീസിന്റെയും ആലപ്പുഴ ബീച്ച് ടൂറിസം പോലീസിന്റെയും ഡിജിറ്റൽ സഖി പ്രോജക്ടിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ ബീച്ച് ക്ലീനിംഗ് പരിപാടി സംഘടിപ്പിച്ചു. നഗരസഭ, കനാൽവാട് നവമാധ്യമ കൂട്ടായ്മയുടെയും കടലോര ജാഗ്രതാ സമിതിയുടെയും സഹകരണത്തോടെയാണ് ബീച്ച് ക്ലീനിംഗ് പരിപാടി സംഘടിപ്പിച്ചത്. നാനോ ടെക്നോളജി മുഖ്യ വിഷയമാക്കിയുള്ള അന്താരാഷ്ട്ര സെമിനാറിന് ആലപ്പുഴ സെന്റ് ജോസഫ്സ് വിമൻസ് കോളേജിൽ തുടക്കമായി. ആലപ്പുഴ രൂപതാ മെത്രാൻ റൈറ്റ് റവറൻ ഡോക്ടർ ജെയിംസ് റാഫേൽ ആനാപ്പറമ്പിൽ സെമിനാറിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. ജില്ലയുടെ വടക്കൻ മേഖലകളിലെ നീർപക്ഷികളുടെ വാർഷിക കണക്കെടുപ്പ് ഈ മാസം 12 ആരംഭിക്കുമെന്ന് അധികൃതർ അറിയിച്ചു. അരൂർ മുതൽ ആലപ്പുഴ ടൗൺ വരെ തെരഞ്ഞെടുക്കപ്പെട്ട 12 തണ്ണീർത്തടങ്ങളിലാണ് സർവേ സംഘടിപ്പിക്കുന്നത്. വാർത്തകൾ വിശദമായി. വിജ്ഞാൻ ആലപ്പുഴ പദ്ധതിയുടെ ഭാഗമായുള്ള തൊഴിൽ മേള ഫെബ്രുവരി 1 നടക്കുമെന്ന് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ജി രാജേശ്വരി പറഞ്ഞു. മുഖ്യമന്ത്രി പിണറായി വിജയൻ മെഗാ തൊഴിൽ മേളയുടെ ഉദ്ഘാടനം നിർവഹിക്കും. നിലവിൽ 4 ലക്ഷത്തിലധികം തൊഴിലവസരങ്ങൾ ഉള്ളതായും അധികൃതർ കൂട്ടിച്ചേർത്തു. ജില്ലാ പഞ്ചായത്തിന്റെ വിജ്ഞാന ആലപ്പുഴ പദ്ധതിയുടെ ഭാഗമായി ഫെബ്രുവരി 1 നടത്തുന്ന മെഗാ തൊഴിൽ മേള മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യുമെന്ന് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ജി രാജേശ്വരി പറഞ്ഞു. പദ്ധതിയുടെ ഭാഗമായ ഡിജിറ്റൽ വർക്ക് ഫോഴ്സ് മാനേജ്മെന്റ് സിസ്റ്റം എന്ന ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ ജില്ലയിൽ ഇതുവരെ 1.20 ലക്ഷം പേർ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഇതിൽ തൊഴിലന്വേഷകരായി 27,000-ഓളം ആളുകളുണ്ടെന്ന് കണ്ടെത്തിയിട്ടുണ്ടെന്നും കെ ജി രാജേശ്വരി പറഞ്ഞു. KDISCുമായി സഹകരിക്കുന്ന വിവിധ തൊഴിൽ സമാഹരണ ഏജൻസികളിലൂടെ 4 ലക്ഷത്തിലധികം തൊഴിലവസരങ്ങൾ ഇതിനോടകം ലഭ്യമാക്കിയിട്ടുണ്ട്. 10ാം തരം മുതൽ ബിരുദാനന്തര ബിരുദം വരെയുള്ള വിവിധ വിദ്യാഭ്യാസ യോഗ്യതയ്ക്കനുസരിച്ചുള്ള തൊഴിലവസരങ്ങളാണുള്ളത്. സംസ്ഥാന സർക്കാർ, കേരള നോളജ് ഇക്കോണമി മിഷൻ, KDISC എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിലാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. ജില്ലയിലെ അഭ്യസ്തവിദ്യരായ തൊഴിലന്വേഷകർക്ക് സംസ്ഥാനത്തിനകത്തും പുറത്തും വിദേശത്തും തൊഴിലവസരങ്ങൾ ലഭ്യമാക്കുക, ആവശ്യമെങ്കിൽ അവരെ നൈപുണ്യ പരിശീലനം നൽകി തൊഴിലിലേക്ക് സജ്ജമാക്കുകയും ചെയ്യുക എന്നതാണ് പദ്ധതിയുടെ ലക്ഷ്യമെന്നും കെ ജി രാജേശ്വരി കൂട്ടിച്ചേർത്തു. ഗവൺമെന്റും ആലപ്പുഴ ജില്ലാ പഞ്ചായത്തും KDISCും സംയുക്തമായിട്ട് നടത്തുന്ന പദ്ധതിയാണ് വിജ്ഞാന കേരളം പദ്ധതി. അഭ്യസ്തവിദ്യരായിട്ടുള്ള യുവാക്കളെയും യുവതികളെയും കണ്ടെത്തി അവർക്ക് അനുയോജ്യമായിട്ടുള്ള തൊഴിൽ നൽകുക എന്നതാണ് ഈ പദ്ധതിയിലൂടെ വിഭാവനം ചെയ്യുന്നത്. ആവശ്യമെന്ന് കണ്ടാൽ നൈപുണ്യ പരിശീലനമടക്കം കൊടുത്തുകൊണ്ട് നമ്മുടെ സംസ്ഥാനത്തെമ്പാടുമുള്ള അഭ്യസ്തവിദ്യരായിട്ടുള്ള യുവതി യുവാക്കൾക്ക് തൊഴിൽ നൽകുക എന്ന ലക്ഷ്യത്തോടു കൂടി നടപ്പിലാക്കുന്ന പദ്ധതിയുടെ ഭാഗമായിട്ട് ആലപ്പുഴയിലെ ജില്ലാ പഞ്ചായത്ത് വിജ്ഞാന ആലപ്പുഴ എന്ന പദ്ധതി 6 മാസങ്ങൾക്ക് മുൻപേ തുടക്കം കുറിച്ചിരുന്നു. ഇതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ ജില്ലയിലെ 12 ബ്ലോക്ക് പഞ്ചായത്തുകളിലും ജോബ് സ്റ്റേഷൻ തുറന്നിട്ടുണ്ട്. കുറേയേറെ സന്നദ്ധ പ്രവർത്തകരെ ഇതിൻ്റെ രജിസ്ട്രേഷൻ അടക്കമുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ നിയോഗിച്ചിട്ടുണ്ട്. ഫെബ്രുവരി 1 നടക്കുന്ന മെഗാ തൊഴിൽ മേളയുടെ മുന്നോടിയായി ജനുവരി 16 ഉച്ചയ്ക്ക് 3 മണിക്ക് SD കോളേജിൽ സംഘാടക സമിതി രൂപീകരണ യോഗം നടക്കും. രജിസ്ട്രേഷൻ നടത്താൻ താൽപ്പര്യമുള്ളവർക്ക് DWMS പോർട്ടൽ വഴിയോ പ്ലേ സ്റ്റോറിൽ നിന്ന് DWMS കണക്ട് ആപ്പ് ഡൗൺലോഡ് ചെയ്തോ രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് knowledgemission.kerala.gov.in എന്ന വെബ്സൈറ്റ് വഴിയും ബന്ധപ്പെടാം. ജില്ലാ പഞ്ചായത്ത് കോൺഫറൻസ് ഹാളിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ജി രാജേശ്വരി, സ്ഥിരം സമിതി അംഗം MV പ്രിയ, ജില്ലാ പഞ്ചായത്ത് അംഗം അഡ്വക്കേറ്റ് ആർ റിയാസ്, ജില്ലാ പഞ്ചായത്ത് സെക്രട്ടറി KR ദേവദാസ്, വിജ്ഞാന ആലപ്പുഴ ജില്ലാ മിഷൻ കോർഡിനേറ്റർ CK ഷിബു, KDISC ഫാക്കൽറ്റി പ്രിൻസ് എബ്രഹാം, KKEM ജില്ലാ പ്രോഗ്രാം മാനേജർ ഡാനി വർഗീസ് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ സംബന്ധിച്ചു. പ്രവാസി ഭാരതീയ ദിവസ് ആചരണം 2025ന്റെ ഭാഗമായി പ്രവാസി സംഗമം സംഘടിപ്പിച്ചു. പ്രവാസി കോൺഗ്രസ് ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച ദിനാചരണ പരിപാടി പ്രവാസി കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് LV അജയ്കുമാർ ഉദ്ഘാടനം ചെയ്തു. മുൻ MLA ഷാനിമോൾ ഉസ്മാൻ മുഖ്യ പ്രഭാഷണം നടത്തി. പ്രവാസി ഭാരതീയ ദിവസ് ആചരണം 2025ന്റെ ഭാഗമായി പ്രവാസി സംഗമം സംഘടിപ്പിച്ചു.
പ്രവാസി കോൺഗ്രസ് ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ DCC ഹാളിൽ സംഘടിപ്പിച്ച ദിനാചരണ പരിപാടി പ്രവാസി കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് LV അജയ്കുമാർ ഉദ്ഘാടനം ചെയ്തു. പ്രവാസി കോൺഗ്രസ് ആലപ്പുഴ ജില്ലാ പ്രസിഡന്റ് നസീം ചെമ്പകപ്പള്ളി യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു. മുൻ MLA-യും KPCC രാഷ്ട്രീയകാര്യ സമിതി അംഗവുമായ അഡ്വക്കേറ്റ് ഷാനിമോൾ ഉസ്മാൻ മുഖ്യ പ്രഭാഷണം നടത്തി. ഒരു ത്യാഗം അതിനകത്തുണ്ട് എന്ന് പറയാതിരിക്കാൻ പറ്റത്തില്ല. ഇപ്പോഴാണല്ലോ ഒരു ദിവസം 10 ഫ്ലൈറ്റും 25 ഫ്ലൈറ്റും ഒക്കെ ഒരു അല്ലെ, പണ്ടങ്ങനെ വല്ലതും ഉണ്ടോ? ഇപ്പോഴത്തെ പോലെ ബഡ്ജറ്റ് ഫ്ലൈറ്റ് ഉണ്ടോ? അത് ജീവിതത്തിന്റെ എല്ലാ കഠിനമായിട്ടുള്ള അധ്വാനവും എടുത്ത് സമ്പാദിക്കുന്ന പണം മുഴുവൻ കൊടുത്ത് തിരികെ ഒരു വിമാനത്തിൽ കയറി നാട്ടിൽ വരണമെങ്കിൽ വരുമ്പോഴത്തേക്ക് മുഴുവൻ പണവും കയ്യിൽ നിന്ന് നഷ്ടപ്പെടുന്ന ഒരു വല്ലാത്ത സാഹചര്യം ഉണ്ടായിട്ടില്ലേ? അപ്പൊ അങ്ങനെ ജീവിതത്തിന്റെ ക്ലേശങ്ങൾ, പ്രാരാബ്ധങ്ങൾ നന്നായി അനുഭവിച്ച് തന്നെയാണ് പ്രവാസ ലോകത്ത് നിന്ന് മടങ്ങിയിട്ടുള്ളവരും ഇന്ന് പ്രവാസ ജീവിതം നയിക്കുന്നവരും ഈ ഭൂരിഭാഗം പേരും എന്ന് പറയാതിരിക്കാൻ പറ്റത്തില്ല. നമ്മളുമൊക്കെ വിദേശ രാജ്യങ്ങളിലുള്ള പല പരിപാടികളിലും പാർട്ടി സംഘടിപ്പിക്കുന്ന OICCയുടെയും ഇൻകാസിന്റെയും ഒക്കെ പരിപാടികൾ പങ്കെടുക്കുമ്പോഴും പല മേഖലയിലും ഉള്ള ആളുകൾ അനുഭവിക്കുന്ന കഷ്ടപ്പാടുകൾ നമ്മൾ കാണുന്നതാണ്. KPCC സെക്രട്ടറി മോളി ജേക്കബ്, DCC ജനറൽ സെക്രട്ടറി സുനിൽ ജോർജ്, ബ്ലോക്ക് പ്രസിഡന്റുമാരായ CV മനോജ് കുമാർ, KA സാബു, മാത്യൂസ് കൂടാരത്തിൽ, UM കബീർ, ഉണ്ണികൃഷ്ണൻ കൊല്ലംപറമ്പിൽ, IT സലാം തുടങ്ങിയവർ സംസാരിച്ചു. സ്വാഗത സംഘം ചെയർമാനും പ്രവാസി കോൺഗ്രസ് ആലപ്പുഴ ജില്ലാ ഉപാധ്യക്ഷനുമായ J നാസർ യോഗത്തിന് സ്വാഗതവും പ്രവാസി കോൺഗ്രസ് ജില്ലാ ജനറൽ സെക്രട്ടറി ഷാജി ജമാൽ നന്ദിയും പറഞ്ഞു. യോഗത്തെ തുടർന്ന് പ്രവാസിയും പ്രവാസ ജീവിതവും എന്ന വിഷയത്തെ അധികരിച്ച് റിട്ടയർഡ് ക്ഷേമനിധി ഓഫീസർ ശശിധരൻ ക്ലാസ് നയിച്ചു. തുടർന്ന് ചികിത്സാ ധനസഹായ വിതരണം, ആദരിക്കൽ ചടങ്ങ് എന്നിവയും നടത്തി. ന്യൂസ് സ്റ്റാർ ന്യൂസ് ആലപ്പുഴ. പ്രൊഫസർ ജിതേന്ദ്രവർമ്മ സ്മാരക നാദം സാഹിത്യ പുരസ്കാര ജേതാക്കളെ പ്രഖ്യാപിച്ചു. PK ഗോപി, ജ്യോതിലക്ഷ്മി നമ്പ്യാർ, TK സുവർണൻ എന്നിവരാണ് പുരസ്കാരത്തിന് അർഹരായത്. ജനുവരി 30 നടക്കുന്ന ചടങ്ങിൽ പുരസ്കാരം വിതരണം ചെയ്യുമെന്ന് ഭാരവാഹികൾ പറഞ്ഞു. ആലപ്പുഴയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് ഭാരവാഹികൾ ഇക്കാര്യം പറഞ്ഞത്. പ്രൊഫസർ ജിതേന്ദ്രവർമ്മ സ്മാരക നാദം സാഹിത്യ പുരസ്കാരത്തിന് മലപ്പുറം സ്വദേശി PK ഗോപി, ചെന്നൈ സ്വദേശിനി ജ്യോതിലക്ഷ്മി നമ്പ്യാർ, കാസർഗോഡ് സ്വദേശി TK സുവർണൻ എന്നിവർ അർഹരായതായി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ഈ മാസം 30 പറവൂർ ജനജാഗൃതി ഹാളിൽ നടക്കുന്ന സാഹിത്യ പുരസ്കാര വിതരണ സമ്മേളനം കവിയും വയലാർ അവാർഡ് ജേതാവുമായ പ്രഭാവർമ്മ ഉദ്ഘാടനം ചെയ്യും. പ്രൊഫസർ ജിതേന്ദ്രവർമ്മയുടെ സഹധർമ്മിണി ജയലക്ഷ്മി വർമ്മ പുരസ്കാര സമർപ്പണം നടത്തും. കഥാകൃത്ത് PJJ ആന്റണി മുഖ്യ പ്രഭാഷണം നടത്തും. പുരസ്കാര ജേതാക്കൾക്ക് 11,111 രൂപ ക്യാഷ് അവാർഡും ഫലകവും നൽകും. കൂടാതെ തെരഞ്ഞെടുക്കപ്പെട്ട 10 രചയിതാക്കളെ ചടങ്ങിൽ ആദരിക്കും. പ്രൊഫസർ MK സാനുമാഷ്, കിളിരൂർ രാധാകൃഷ്ണൻ, ഡോക്ടർ നെടുമുടി ഹരികുമാർ എന്നിവർ അടങ്ങുന്ന ജൂറിയാണ് പുരസ്കാരത്തിന് അർഹമായ കൃതികൾ തെരഞ്ഞെടുത്തത്. ഡോക്ടർ നെടുമുടി ഹരികുമാർ, ജോൺ പൂക്കായി, പ്രൊഫസർ R രാമരാജവർമ്മ എന്നിവർ വാർത്താസമ്മേളനത്തിൽ സംബന്ധിച്ചു. നാദം സാഹിത്യ പുരസ്കാരം 2024 ജേതാക്കളെ പ്രഖ്യാപിച്ചു. ജനുവരി 30 പറവൂർ ജനജാഗൃതി ഹാളിൽ നടക്കുന്ന സാഹിത്യ സാംസ്കാരിക സമ്മേളനം കവിയും വയലാർ അവാർഡ് ജേതാവുമായ ശ്രീ പ്രഭാവർമ്മ ഉദ്ഘാടനം ചെയ്യും. പ്രസ്തുത സമ്മേളനത്തിൽ വെച്ച് അവാർഡ് ജേതാക്കൾക്ക് ക്യാഷ് അവാർഡുകളും ഫലകങ്ങളും നൽകും. അവാർഡ് തുക 30,333 രൂപയാണ്. 33 രൂപയാണ്. 33,333 രൂപയാണ്. 11,111 രൂപ വീതം 3 കൃതികൾക്കാണ് നൽകുന്നത്. പ്രൊഫസർ MK സാനു മാഷ്, ശ്രീ കിളിരൂർ രാധാകൃഷ്ണൻ, ഡോക്ടർ നെടുമുടി ഹരികുമാർ എന്നിവരുടെ നേതൃത്വത്തിലുള്ള ജൂറി അംഗങ്ങളാണ് കൃതികൾ തെരഞ്ഞെടുത്തത്. ആകാശപ്പന്ത് ഓർമ്മകൾ ശ്രീ PK ഗോപി, പഴഞ്ചൊല്ലിൽ പതിരില്ല കഥകൾ ശ്രീമതി ജ്യോതി. അർത്തുങ്കൽ കോസ്റ്റൽ പോലീസിന്റെയും ആലപ്പുഴ ബീച്ച് ടൂറിസം പോലീസിന്റെയും ഡിജിറ്റൽ സഖി പ്രോജക്ടിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ ബീച്ച് ക്ലീനിംഗ് പരിപാടി സംഘടിപ്പിച്ചു. നഗരസഭ കനാൽ വാർഡ് നവമാധ്യമ കൂട്ടായ്മയുടെയും കടലോര ജാഗ്രതാ സമിതിയുടെയും സഹകരണത്തോടെയാണ് ക്ലീനിംഗ് പരിപാടി സംഘടിപ്പിച്ചത്. ന്യൂസ് സ്റ്റാർ ന്യൂസ് തയ്യാറാക്കിയ പ്രത്യേക റിപ്പോർട്ടിലേക്ക്. അർത്തുങ്കൽ കോസ്റ്റൽ പോലീസിന്റെയും ആലപ്പുഴ ബീച്ച് ടൂറിസം പോലീസിന്റെയും ഡിജിറ്റൽ സഖി പ്രോജക്ടിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ ബീച്ച് ക്ലീനിംഗ് പരിപാടി സംഘടിപ്പിച്ചു. നഗരസഭ കനാൽ വാർഡ് നവമാധ്യമ കൂട്ടായ്മയുടെയും കടലോര ജാഗ്രതാ സമിതിയുടെയും സഹകരണത്തോടെയാണ് ക്ലീനിംഗ് പരിപാടി സംഘടിപ്പിച്ചത്. ജില്ലാ പോലീസ് മേധാവി MP മോഹനചന്ദ്രൻ ശുചീകരണ പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. അർത്തുങ്കൽ തീരദേശ പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ GB മുകേഷ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. ഡിജിറ്റൽ സഖി ജില്ലാ മാനേജർ PK ഉണ്ണികൃഷ്ണൻ ചടങ്ങിന് സ്വാഗതം പറഞ്ഞു.
നഗരസഭാ കൗൺസിലർമാരായ റീഗോ രാജു, പി റഹിയാനത്ത്, പ്രഭാ ശശികുമാർ, ടൂറിസം പോലീസ് സബ് ഇൻസ്പെക്ടർ ബേർലി ജോസഫ്, ബോബൻ, വി എസ് ജൂബി, വി എച്ച് അൻസാർ എന്നിവർ സംസാരിച്ചു. ഡിജിറ്റൽ സഖി പ്രോജക്ട് കോർഡിനേറ്റർമാരായ മഞ്ജു, മുംതാസ് ബീഗം, വിശാഖ്, ടൂറിസം പോലീസ് സബ് ഇൻസ്പെക്ടർ പി ആർ രാജേഷ്, അർത്തുങ്കൽ കോസ്റ്റൽ പോലീസ് സബ് ഇൻസ്പെക്ടർ എൻ ജിജു, സ്പെഷ്യൽ ബ്രാഞ്ച് സബ് ഇൻസ്പെക്ടർ പ്രതാപൻ, DTPC, നഗരസഭാ ജീവനക്കാർ, പ്രദേശവാസികൾ, ശുചീകരണ തൊഴിലാളികൾ എന്നിവർ ബീച്ച് ക്ലീനിംഗ് പരിപാടിക്ക് നേതൃത്വം നൽകി. നാനോ ടെക്നോളജി മുഖ്യ വിഷയമാക്കിയുള്ള അന്താരാഷ്ട്ര സെമിനാറിന് ആലപ്പുഴ സെന്റ് ജോസഫ്സ് വിമൻസ് കോളേജിൽ തുടക്കമായി. ആലപ്പുഴ രൂപതാ മെത്രാൻ റൈറ്റ് റവറൻ ഡോക്ടർ ജെയിംസ് റാഫേൽ ആനാപ്പറമ്പിൽ സെമിനാറിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. നാനോ ടെക്നോളജിയിൽ അന്താരാഷ്ട്ര സെമിനാറിന് സെന്റ് ജോസഫ്സ് കോളേജിൽ തുടക്കമായി. ഇന്റേണൽ ക്വാളിറ്റി അഷുറൻസ് സെല്ലും പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്പാർട്ട്മെന്റുകളായ ഫിസിക്സ്, ഹോം സയൻസ്, മറ്റ് സയൻസ് ഡിപ്പാർട്ട്മെന്റുകളുടെയും സംയുക്താഭിമുഖ്യത്തിലാണ് അന്താരാഷ്ട്ര സെമിനാർ സംഘടിപ്പിക്കുന്നത്. സെന്റ് ജോസഫ്സ് കോളേജ് ഹാളിൽ സംഘടിപ്പിച്ച സെമിനാർ ആലപ്പുഴ രൂപതാ ബിഷപ്പ് റൈറ്റ് റവറൻ ഡോക്ടർ ജെയിംസ് റാഫേൽ ആനാപ്പറമ്പിൽ ഉദ്ഘാടനം ചെയ്തു. The dog delivery of the fruits of science into the poorest shanties. Ready for this challenge, you young guys? Don't leave India so much. ഈ പെൺകുട്ടികളെല്ലാം ഒരു വിദ്യാഭ്യാസം കിട്ടിക്കഴിഞ്ഞാൽ നാട് വിടാൻ കാത്തിരിക്കുന്ന are not fugitives. Don't be roamers. You should be globe-trotting people. നിങ്ങൾ ലോകം മുഴുവൻ ചുറ്റി നടന്ന് കാണണം. പക്ഷെ നിങ്ങൾ make your home India. Make India shine. Make our nation shine. Our brightness will come when the millions of India have enough food to eat. നാനോ ടെക്നോളജി രംഗത്തെ പ്രഗത്ഭരായ വ്യക്തികൾ നേതൃത്വം നൽകുന്ന പേപ്പർ പ്രസന്റേഷനുകൾ, ഗവേഷണ തൽപരരായ വിദ്യാർത്ഥികൾക്കായുള്ള ക്യൂറി പ്രോജക്റ്റ് ഉപകരണങ്ങളുടെ പരിചയപ്പെടുത്തൽ എന്നിവ സെമിനാറിന്റെ ഭാഗമായി നടത്തി. തമിഴ്നാട് സെൻട്രൽ യൂണിവേഴ്സിറ്റി പ്രൊഫസർ ഡോക്ടർ കെ സേതുരാമൻ മുഖ്യാതിഥിയായിരുന്നു. കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ സിസ്റ്റർ ഉഷ, നഗരസഭാ കൗൺസിലർ അഡ്വക്കേറ്റ് റീഗോ രാജു, സിസ്റ്റർ ബിൻസി ജോൺ, ഡോക്ടർ ഷാരോൺ, ഡോക്ടർ ഭാഗ്യ തുടങ്ങിയവർ ഉദ്ഘാടന ചടങ്ങിൽ സംബന്ധിച്ചു. 3 ദിവസങ്ങളിലായി നടക്കുന്ന ഇന്റർനാഷണൽ കോൺഫറൻസ് ജനുവരി 11 സമാപിക്കുന്നത്. ജില്ലയുടെ വടക്കൻ മേഖലകളിലെ നീർപക്ഷികളുടെ വാർഷിക കണക്കെടുപ്പ് ഈ മാസം 12 ആരംഭിക്കുമെന്ന് അധികൃതർ അറിയിച്ചു. അരൂർ മുതൽ ആലപ്പുഴ ടൗൺ വരെ തിരഞ്ഞെടുക്കപ്പെട്ട 12 തണ്ണീർത്തടങ്ങളിലാണ് സർവേ സംഘടിപ്പിക്കുന്നത്. ജില്ലയുടെ വടക്കൻ മേഖലകളിലെ നീർപക്ഷികളുടെ വാർഷിക കണക്കെടുപ്പ് ഈ മാസം 12 ആരംഭിക്കുമെന്ന് അധികൃതർ അറിയിച്ചു. അരൂർ മുതൽ ആലപ്പുഴ ടൗൺ വരെ തിരഞ്ഞെടുക്കപ്പെട്ട 12 തണ്ണീർത്തടങ്ങളിലാണ് സർവേ സംഘടിപ്പിക്കുന്നത്. ആലപ്പുഴ സോഷ്യൽ ഫോറസ്ട്രി റേഞ്ച്, വൈൽഡ് ലൈഫ് ട്രസ്റ്റ് ഓഫ് ഇന്ത്യ, ജില്ലയിലെ പക്ഷി നിരീക്ഷകരുടെ കൂട്ടായ്മയായ ബേഡേഴ്സ് എഴുപുന്ന എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിലാണ് സർവേ നടത്തുന്നത്. 12 രാവിലെ ആലപ്പുഴ സോഷ്യൽ ഫോറസ്ട്രി റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ TS സേവ്യർ തുറവൂർ ഗ്രാമപഞ്ചായത്തിലെ പള്ളിത്തോട് പാടശേഖരത്ത് സർവേയുടെ ഫ്ലാഗ് ഓഫ് നിർവഹിക്കും. ചങ്ങരം, നീണ്ടകര, കണ്ണാട്ടുപാടം, പള്ളിത്തോട്, ചെമ്പകശ്ശേരി, കൊട്ടളപ്പാടം, ഉളവയ്പ്, പെരുമ്പളം, കണ്ണങ്കര, എലഞ്ഞിപ്പാടം, എലിപ്പനം, പള്ളാത്തുരുത്തി എന്നീ സ്ഥലങ്ങളിലായി രാവിലെ 6:30 മുതൽ 10 മണി വരെ പക്ഷി നിരീക്ഷകരുടെയും സെക്ഷൻ ഫോറസ്റ്റ് ഓഫീസർമാരുടെയും നേതൃത്വത്തിലാണ് നീർപക്ഷികളുടെ കണക്കെടുപ്പ് നടത്തുന്നതെന്നും അധികൃതർ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. വിജ്ഞാന ആലപ്പുഴ പദ്ധതിയുടെ ഭാഗമായുള്ള തൊഴിൽ മേള ഫെബ്രുവരി 1 നടക്കുമെന്ന് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് KG രാജേശ്വരി പറഞ്ഞു. മുഖ്യമന്ത്രി പിണറായി വിജയൻ മെഗാ തൊഴിൽ മേളയുടെ ഉദ്ഘാടനം നിർവഹിക്കും. പ്രവാസി ഭാരതീയ ദിവസാചരണം 2025 ഭാഗമായി പ്രവാസി സംഗമം സംഘടിപ്പിച്ചു. പ്രവാസി കോൺഗ്രസ് ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച ദിനാചരണ പരിപാടി പ്രവാസി കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് LV അജയ്കുമാർ ഉദ്ഘാടനം ചെയ്തു. പ്രൊഫസർ R ജിതേന്ദ്രവർമ്മ സ്മാരകം നാദം സാഹിത്യ പുരസ്കാരം ജേതാക്കളെ പ്രഖ്യാപിച്ചു. PK ഗോപി, ജ്യോതിലക്ഷ്മി നമ്പ്യാർ, TK സുവർണൻ എന്നിവരാണ് പുരസ്കാരത്തിന് അർഹരായത്. ജനുവരി 30 നടക്കുന്ന ചടങ്ങിൽ പുരസ്കാര വിതരണം ചെയ്യുമെന്നും ഭാരവാഹികൾ. അർത്തുങ്കൽ കോസ്റ്റൽ പോലീസിന്റെയും ആലപ്പുഴ ബീച്ച് ടൂറിസം പോലീസിന്റെയും ഡിജിറ്റൽ സഖി പ്രോജക്ടിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ ബീച്ച് ക്ലീനിംഗ് പരിപാടി സംഘടിപ്പിച്ചു. നഗരസഭ കനാൽവാട് നവമാധ്യമ കൂട്ടായ്മയുടെയും കടലോര ജാഗ്രതാ സമിതിയുടെയും സഹകരണത്തോടെയാണ് ബീച്ച് ക്ലീനിംഗ് പരിപാടി സംഘടിപ്പിച്ചത്. നാനോ ടെക്നോളജി മുഖ്യ വിഷയമാക്കിയുള്ള അന്താരാഷ്ട്ര സെമിനാറിന് ആലപ്പുഴ സെന്റ് ജോസഫ്സ് വിമൻസ് കോളേജിൽ തുടക്കമായി. ആലപ്പുഴ രൂപതാ മെത്രാൻ റൈറ്റ് റവറൻ ഡോക്ടർ ജെയിംസ് റാഫേൽ ആനാപ്പറമ്പിൽ സെമിനാറിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു.
ജില്ലയുടെ വടക്കൻ മേഖലകളിലെ നീർപക്ഷികളുടെ വാർഷിക കണക്കെടുപ്പ് ഈ മാസം 12-ന് ആരംഭിക്കുമെന്ന് അധികൃതർ അറിയിച്ചു. അരൂർ മുതൽ ആലപ്പുഴ ടൗൺ വരെ തിരഞ്ഞെടുക്കപ്പെട്ട 12 തണ്ണീർത്തടങ്ങളിലാണ് സർവേ സംഘടിപ്പിക്കുന്നത്. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.